ജനുവരി 11 ശനിയാഴ്ച. യോഹന്നാൻ 3:22 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി റബ്ബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, മുമ്പെല്ലാം ദൈവത്തെ മുഖാമുഖം നോക്കിയിരുന്ന ആളുകളുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? റബ്ബി മറുപടി പറഞ്ഞു, ഇന്ന് ആരും അത്രയും താഴ്മയോടെ കുമ്പിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം യഹൂദ പ്രദേശമാണ്. തങ്ങളെ സ്നാനപ്പെടുത്താൻ ആവശ്യപ്പെട്ട് പലരും യേശുവിനെ സമീപിച്ചു. യോഹന്നാൻ ആ പ്രദേശത്തായിരുന്നു സ്നാനം നൽകിയിരുന്നത്. അവരും പലരെയും സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് യേശു സമീപത്തുണ്ടെന്നും അവൻ പലരെയും സ്നാനപ്പെടുത്തുകയാണെന്നും പറഞ്ഞു. യോഹന്നാനേക്കാൾ അധികം ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്നാനപ്പെടാൻ ആവശ്യപ്പെടുന്നതിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അസ്വസ്ഥരായെന്ന് തോന്നുന്നു. യോഹന്നാൻ അവരോട് പറഞ്ഞു, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക എന്നതാണ് തൻ്റെ ദൗത്യം. താൻ ക്രിസ്തുവല്ലെന്നും ക്രിസ്തുവിൻ്റെ മുൻഗാമി ആയിരിക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്ന് യോഹന്നാന് വളരെ വ്യക്തമായി മനസ്സിലായിരുന്നു. മണവാളൻ എന്നതിലുപരി മണവാളൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആകുന്നതിൽ അവൻ സംതൃപ്തനാണ്. അങ്ങനെ ക്രിസ്തു വളരുകയും തൻ്റെ പങ്ക് കുറയുകയും ചെയ്യണമെന്ന് യോഹന്നാൻ വ്യക്തമായി മനസ്സിലാക്കി. ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പങ്ക് വഹിച്ചതിന് ശേഷം പിന്നിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാണോ? നാളെ മറ്റാരെങ്കിലും നമ്മളെക്കാൾ മികച്ച പ്രവൃത്തികൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പങ്ക് നന്നായി നിർവഹിച്ചു കഴിയുമ്പോൾ സ്ഥാനമൊഴിയാനുള്ള താഴ്മ നമുക്കുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.